വീട്ടിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ലോഡഡ് ഫ്രൈസ് തയ്യാറാക്കാം. 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കനം കുറച്ച് അരിയുക. ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ച് 1/2 സ്പൂൺ ഉപ്പിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇടുക. ഒരു 10 സെക്കൻഡേ വെക്കാൻ പാടുള്ളൂ, വെന്ത് പോവരുത്. ഇനി നമുക്കത് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ചിക്കനിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, 1 സ്പൂൺ സോയാ സോസ്. എല്ലില്ലാത്ത ചിക്കൻ വേണം. എല്ലാം കൂടെ മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് വയ്ക്കുന്നത് നല്ലതാണ്. ഇനി ചിക്കൻ നല്ലപോലെ പൊരിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ ഇടുക. കോൺഫ്ലവർ ഇട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്യുക. ചിക്കൻ പൊരിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഒഴിക്കുക. ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കാം. ബ്രൗൺ കളറും ആയി പോകരുത്. കോൺഫ്ലവർ ചേർക്കുമ്പോൾ നല്ലപോലെ ക്രിസ്പിയായി കിട്ടും. ഇനി പൊരിച്ച ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പിട്ട് നല്ലപോലെ കുടയുക. ബട്ടറാണ് വേണ്ടത്. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. 1 സ്പൂൺ നെയ്യിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിടുക. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂൺ മൈദ നല്ലപോലെ ഇളക്കുക. അതിലേക്ക് 1/2 ഗ്ലാസ് പാൽ ഒഴിക്കുക. 3 സ്ലൈസ് ചീസും ഇടുക. അതും ഇട്ട് നല്ലപോലെ ഇളക്കണം. ഉപ്പും ചേർക്കുക, കുരുമുളക് പൊടി. കൈയെടുക്കാതെ നല്ലപോലെ ഇളക്കുക. വൈറ്റ് സോസ് റെഡി. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിലേക്ക് അല്പം മയോനൈസും പുരട്ടുക. ഇനി നമുക്ക് പൊരിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഫില്ല് ചെയ്യാം. പൊരിച്ച ചിക്കനും ഫില്ല് ചെയ്യാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസ് അതിലേക്ക് ഇടുക. അതിൻ്റെ മീതെ പിന്നെയും ഉരുളക്കിഴങ്ങും പൊരിച്ച ചിക്കനും ഇടുക. ടൊമാറ്റോ സോസും ഒഴിക്കുക. വൈറ്റ് സോസ് അതിൻ്റെ മീതെ ഇടുക. അത് ഫില്ല് ചെയ്യുന്നത് വരെ ഇടുക. അതിൻ്റെ മീതെ സോസും ഒഴിക്കുക. ഇത് മൈക്രോ ഓവനിൽ വെച്ചിട്ടോ അല്ലാതെയോ സ്റ്റീം ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയായ ലോഡഡ് ഫ്രൈസ് റെഡി.